ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സാർ, എങ്ങനെയാണ് താങ്കൾക്ക് ഇത് ഇങ്ങനെ ഒരു മടിയും കൂടാതെ പറയാൻ കഴിയുന്നത് എന്ന് പറയുന്ന ഒരു വലിയ കൺഫ്യൂഷനാണ്. ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഡയലോഗ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇത് തന്നെയായിരിക്കും തോന്നിയിരിക്കുക. എങ്ങനെയാണ് വിലക്കയറ്റമില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുന്നത്? ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് എങ്ങനെയാണത് പറയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കളെ, വിലക്കയറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അങ്ങേ തലയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ 45 രൂപയ്ക്കും മറ്റും വാങ്ങിച്ചിരുന്ന 48 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചിരുന്ന പഞ്ചസാരയ്ക്ക് നമുക്കിപ്പോൾ കൊടുക്കേണ്ടി വരുന്ന എത്ര രൂപയാ? 75 രൂപയാണ്. എത്ര ശതമാനമാണത് കൂടിയിരിക്കുന്നത് ആലോചിക്ക്. എത്ര ശതമാനമാണ്? എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇനി അതൊക്കെ പോട്ടെ, അരി വേണമെങ്കിൽ ഒരാളുടെ വീഡിയോ ഒന്ന് കണ്ടോക്കൂ. ചിരിക്കാത്ത പിണറായി വിജയന്റെ കാലത്ത് ഓണത്തിന് സ്പെഷ്യൽ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ. ചിരിക്കുന്ന സതീശന്റെ ഭരണകാലത്ത് കിലോയ്ക്ക് അരി 26. ആരാണ് മാറ്റം ആഗ്രഹിക്കുന്നത്? ശരി തന്നെ, മാറ്റം ആഗ്രഹിച്ചതൊക്കെ നല്ലതാ. വല്ലാത്തൊരു മാറ്റം തന്നെയാണ് ആഗ്രഹിച്ചു പോയത് ജനങ്ങൾ. ഇതൊരു പരിഹാസ വീഡിയോ ആയിരിക്കും, പക്ഷേ ഇതൊരു പരിഹാസ വീഡിയോ ആയിരിക്കും എങ്കിൽ ആ പരിഹാസത്തെ നിങ്ങൾ എടുത്തു കളയൂ. അതിലത്തെ യാഥാർത്ഥ്യത്തെ നിങ്ങൾ നോക്കൂ. 10 രൂപയ്ക്കായിരുന്നു നമുക്ക് പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ അരി കിട്ടിയിരുന്നത്. ഇന്ന് 27 രൂപ കൊടുക്കണം. റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിയുടെ പറഞ്ഞേ 3 കിലോ അരി നമുക്ക് സ്പെഷ്യലായി കിട്ടുന്നുണ്ട്, ഓണം സ്പെഷ്യൽ. അതിന് 1 കിലോന് 27 രൂപയാണ് നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നത്. ഇങ്ങനെ കൂട്ടിയിട്ട് ഈ വില മുഴുവൻ കൂട്ടിയിട്ട് നമ്മുടെ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. ഇനി ഒരു പക്ഷെ ഓണം കഴിഞ്ഞാൽ പറയും ഖജനാവ് നിറഞ്ഞു. എങ്ങനെ നിറയാതിരിക്കും? വേണമെങ്കിൽ ഒരു വില നിലവാര പട്ടിക ഞാനൊന്ന് കാണിച്ചു തരാം. അന്തം വിട്ടുപോകുന്ന വില നിലവാര പട്ടികയാണിത് കേട്ടോ. ഓണവിപണി വൻ വിലക്കയറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ ഒരുപക്ഷെ ഈ ഓണത്തിന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ പുറത്തു പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ നേന്ത്രക്കായക്ക് 80 രൂപയാണ് നേന്ത്രപ്പഴത്തിന്. ഞാലിപ്പൂവിന് 120 രൂപയാണ്. പയറ് ഞാനൊക്കെ ഇന്നലെ വാങ്ങിച്ചത് 90 രൂപയ്ക്കാണ്. ഇതിൽ 80 രൂപ എഴുതിയിട്ടുള്ളൂ. പാവയ്ക്ക 100 രൂപയാണ്. മട്ട അരി 65 രൂപയാണ്. പൊന്നി അരി 65 രൂപയാണ്. പഞ്ചസാര 75 രൂപയാണ്. പായസം പരിപ്പ് 130 രൂപയാണ്. സവാള 50 രൂപയാണ്. ഇതെന്താ വിലക്കയറ്റമല്ലേ? 40 രൂപയ്ക്ക് 45 രൂപയ്ക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഇപ്പൊ എന്തൊരു വിലക്കയറ്റത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത് തീ വിലയാണ്. പച്ചക്കറികൾക്കൊക്കെ തീ വില. പച്ചമാങ്ങ 170 രൂപ. പഴയ വില എന്ന് പറയുന്ന 60 രൂപയ്ക്ക് കിട്ടിയിരുന്നതാ. ഇഞ്ചി 80 രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇന്നത്തെ വില 210 രൂപ. എത്രയാണ് കയറിയിരിക്കുന്നത്? ഒരു 10 ഇരട്ടിയൊന്നല്ല, 100 ഇരട്ടിയൊന്നല്ല കയറിയിരിക്കുന്നത്. ചെറുനാരങ്ങ 210 രൂപയാണ്. ബീൻസ് ഇന്ന് 145 രൂപ. കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് നമുക്ക് 90 രൂപയ്ക്ക് കിട്ടിയിരുന്നതാണ്. ഞാലിപ്പൂവൻ 60 രൂപയ്ക്ക് കിട്ടിയിരുന്നത് 120 രൂപ. ഏത്തപ്പഴം 50 രൂപയ്ക്ക് കിട്ടിയിരുന്നത് 85 രൂപ. ഇങ്ങനെ എല്ലാ സംഗതികൾക്കും സകലമാന വസ്തുവകകൾക്കും വില കയറി നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതാ ഒരു വില ഇനി നിങ്ങൾ തന്നെ വായിച്ചോളൂ. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുമല്ലോ. ഒന്ന് വായിച്ചു നോക്കുക എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്തൊരു വില കൂടുതലാണ് ഓരോന്നിനും. ഞാൻ ഇന്ന് പച്ചക്കറി കടയിൽ പോയപ്പോൾ ചില ആളുകളൊക്കെ ഇത് വാങ്ങിക്കുന്നത് 100 ഗ്രാം 200 ഗ്രാം ഒക്കെയാണ്. എൻ്റെ ഗതികേട് കൊണ്ടൊക്കെ ഇത് 1/2 കിലോനും മറ്റൊക്കെ വാങ്ങിച്ച് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സിറ്റുവേഷനാണ്. ശരി, അങ്ങനെ പോട്ടോ വിചാരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി. വെണ്ടയ്ക്ക് 60 രൂപ, ക്യാരറ്റ് 80 രൂപ, ഉരുളങ്കിഴങ്ങ് 50 രൂപ, തക്കാളിക്ക് 50 രൂപ, മുരിങ്ങയ്ക്ക് 80 രൂപ, മത്തങ്ങ 250 രൂപ, ചെറിയുള്ളി 110 രൂപ, വെളുത്തുള്ളി 210 രൂപ. ഇങ്ങനെ നോക്കിയ സാമ്പാർ പൊടി 340-400 രൂപ. സുഹൃത്തുക്കളെ, എന്തത് തീ വിലയാണ്. 450 രൂപ 400 രൂപ കൊടുക്കുന്ന ഒരു സാമ്പാർ പൊടിക്ക് എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ഈ ഓണത്തിന് ഈ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് വിലക്കയറ്റമില്ല എന്ന് ഒരു വർത്തമാനം
നമ്മുടെ മന്ത്രിമാർക്ക് നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കുന്ന വിലക്കയറ്റമില്ലാത്ത ഓണാഘോഷത്തിന് എല്ലാ സംവിധാനവും ഒരുക്കുന്നതാണ്. ഈ ഒരു പോസ്റ്റ് നോക്കി നോക്കി. ഇത് കണ്ടിട്ട് നമ്മൾ ചിരിക്കണോ കരയണോ, എന്താ വേണ്ടേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ വിലക്കയറ്റം ഒന്ന് നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ഇങ്ങനെ വില കൂടിയാൽ സപ്ലൈക്കലടക്കം ഇങ്ങനെ വില കൂടിയിരിക്കുകയാണ്. വല്ല ഗുണമുണ്ടോ? ഉണ്ട്. ഖജനാവ് നിറയ്ക്കാൻ സാധിക്കും. 10 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് വിറ്റ ഖജനാവ് നിറയാതിരിക്കും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. ഇതാണ് എന്താണ് പൂവറിയാതെ പൂവിൽ നിന്ന് തേൻ കുടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പൂവറിയാതെ പൂവിൽ നിന്നും തേൻ കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും അടിപൊളി തേനാണ്. ബൈ. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ. ബൈ.